ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടാണ്? യൂണിവേഴ്സ് കാർഡ്സിലൂടെ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യം തന്നെയാണോ കാർഡ്സിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് നോക്കിയാലോ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. അവരെ ആദ്യം മാത്രം തന്നെ കണ്ട സമയത്ത് നിങ്ങൾക്ക് എവിടെയോ കണ്ടുപരിചയം, മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും അവരും തമ്മിൽ കുറച്ച് നാളത്തെ ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വളരെ കുറച്ച് കാലത്തെ ബന്ധം. ആ ബന്ധം തന്നെ നിങ്ങൾക്ക് എത്രയോ യുഗങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലായിട്ട് കാണിക്കുന്നത്. കാരണം ഇവിടെ പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആലോചിക്കുന്നതായിട്ടും നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ദ കിങ് ഓഫ് കപ്സ് കണ്ടോ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും അവരുടെ അട്രാക്ഷൻ, അവരെ കാണണം. നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ലോങ് ഡിസ്റ്റൻസിലാണ് കാർഡ്സ് കാണിക്കുന്നത്. എന്നാൽ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇന്ന് ഈ അവസ്ഥയിൽ നിങ്ങളായിരിക്കുമ്പോഴും നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും അവരും ആയിരുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളുടെ ആ ലവ് കെയർ, നിങ്ങളെങ്ങനെ അവരുമായിട്ടുള്ള കാലഘട്ടം, എന്തൊക്കെ കണക്ഷൻസ്, അതെല്ലാം അവരും ഡേ ഡ്രീമൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ തിരിച്ച് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാണിക്കുന്നത് ദ ഹീറോഫൻ്റ് കാർഡ്സ് കണ്ടോ, അതിൽ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. മേ ബി അവരൊരു ടീച്ചിങ് പ്രൊഫഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, ടീച്ചറായിരിക്കാം, ആരെങ്കിലുമൊക്കെ ലീഡ് ചെയ്യാൻ പറയില്ലേ, കുറച്ച് പേരൊക്കെ അവരെ കണ്ടിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സൺ. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം. കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തികളും ഇതിലുണ്ട്. അത് ഒരു 10 പേര് കാണുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ അവരെ കാണുമ്പോൾ അവർ മറ്റുള്ളവർക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടോ, അല്ലെങ്കിൽ അവരോട് ചോദിക്കുമെന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആരെങ്കിലോട് ചോദിക്കുമ്പോൾ അവരുടെ ഒരു സജഷൻ എടുത്തോളൂ എന്ന് ചോദിക്കില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നത്. ഈവൻ ഫാമിലിയിലാവാം. അപ്പോൾ അവർ പറയും ആ വ്യക്തിയോടും കൂടി അവനോടൊന്ന് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ അവളോടൊന്ന് ചോദിച്ചു നോക്ക്, അവരുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. കാര്യം മനസ്സിലായോ? അങ്ങനത്തെ ഒരു പേഴ്സണായിട്ട് ദ ഹീറോഫൻ്റ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ്. ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അവർ പറയും, എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവരുടെ അടുത്തൊന്ന് ചോദിക്കുക, അവരും കൂടെ ഒപ്പീനിയൻ ഒന്ന് അറിയട്ടെ, അവർ സജഷൻ ഒന്ന് അറിയട്ടെ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത് എന്താ, അവർ നിങ്ങളിലെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ തനിച്ചായിരിക്കുന്ന ടൈമിൽ അവരുടെ ബിസി ലൈഫായിരിക്കുമല്ലോ, എല്ലാവരുടെയും തിരക്കുകളുണ്ടാവുമല്ലോ, അവരവരുടെ കാര്യത്തിൽ തിരക്കുകളുണ്ടാവും. അവർ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അത് നിങ്ങളാണോ? അവർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണാണോ അവർ പാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ അവരും നിങ്ങളും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ടായിരുന്നു, എത്രത്തോളം ലവ് ഉണ്ടായിരുന്നു, എത്രത്തോളം കെയർ ഉണ്ടായിരുന്നു, നിങ്ങൾ പരസ്പരം ആ കാലഘട്ടത്തിൽ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണം അല്ലേ? ഒരു വ്യക്തിക്ക് നമ്മുടെ പേഴ്സണോട്
റെസ്പെക്റ്റ് വേണം, എന്നാലേ തിരിച്ചും ആ റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ റെസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന കണക്ഷൻ ഇപ്പോഴും നിങ്ങളിലുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിട്ടാണ് കാണിക്കുന്നത്. റീസൺ എന്തും ആവാം. അവർ സമൂഹത്തിൽ 10 പേര് അറിയുന്നൊരു പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ അവരുടെ കരിയർ ആയിരിക്കും ചിലപ്പോൾ അവർ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മളുടെ രണ്ടുപേരുടെയും ലൈഫിൽ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കണം, അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്യുവറായിട്ടുള്ളതാണ്, സോൾ കണക്ഷനാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇന്ന് ഈ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് തന്നെ. പരസ്പരം അറിയാം. എന്നാൽ രണ്ടുപേർക്കും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവരുടെ ഫാമിലി ലൈഫിലായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വെച്ചിട്ട് രണ്ടുപേരും ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. 3 of Wands കണ്ടോ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളെ റെസ്പോൺസിബിലിറ്റീസൊക്കെ തീരുമ്പോൾ നമുക്കൊരു റിയൂണിയൻ പോസിബിൾ ആവണം. എനിക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റില്ല എന്ന് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നു. അവരുടെ സൈഡിൽ നിന്നും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത്. ഭയങ്കര ദുഃഖത്തിലാണ് അവർ. നിങ്ങൾ ഇല്ലാത്തൊരു ലൈഫ്, ഇന്ന് നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർ വളരെയേറെ ദുഃഖത്തിലാണ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളില്ലല്ലോ. സോൾമേറ്റ് കണക്ഷൻ നല്ലപോലെ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അവർ ഫ്ലവറും പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നൈറ്റ് ഓഫ് കപ്സ് കണ്ടോ, അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ പറയാണ്, എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളും തിരിച്ച് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നമുക്കുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലോ. നമ്മളും അവർ തമ്മിൽ സോൾമേറ്റ് ആണെന്ന് നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരെ. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എത്ര കാലമെടുത്താലും നമ്മൾ വന്ന് ചേരും, നമ്മൾ ഒന്ന് ചേരും. നമ്മളിലേക്ക് തന്നെയാണ് അവർ വരുന്നത് എന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അവരും ചിന്തിക്കുന്നുണ്ട്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല നിങ്ങൾക്ക് അവരോട് തോന്നിയിട്ടുള്ളത്, അവർക്ക് നിങ്ങളോട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കണ്ട മാത്രയിൽ. അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ഇടപഴകിയ ടൈം ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് സംസാരിച്ച ടൈമുകൾ, സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ അല്ല ആദ്യം ഫീൽ ചെയ്യുന്നത്. അവർ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫുൾ ഫില്ലാണ് എന്ന് ചിന്തിക്കുന്ന പേഴ്സൺസ് തന്നെയാണ് രണ്ടുപേരും. ഇവിടെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത് കണ്ടോ, അത് കാണിക്കുന്നതും സെയിം എനർജി തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ രാവും പകലും പോലെയാണ്. ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടാവും, പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടാവും. ഒരു ലൈഫിൻ്റെ 2 ഫേസസ് ആണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 2 ഫേസസ് ആണ് ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വെളിച്ചമുണ്ടായിരുന്നു, നിങ്ങളും അവരും തമ്മിലുള്ള ടൈമിൽ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ടൈമിൽ ഒരു പ്രകാശം യൂണിവേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങളിലെ മാറ്റം അവർക്ക് മനസ്സിലാവില്ല. എങ്കിൽ നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മൂൺ എനർജി ആയിട്ട് കാണിക്കുന്നത് വിഷമാണ്, ഷാഡോ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസ് മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെയാണ്. നിങ്ങൾ ആരുടെ അടുത്തൊന്നും കാണിക്കാൻ പോകണില്ല, നിങ്ങളുടെ വിഷമങ്ങൾ കാണിക്കാൻ പോകണില്ല. അവരുടെ സൈഡും അങ്ങനെ തന്നെയാണ്. അവരൊരു ഫീലിങ്സും മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നില്ല. എന്നാൽ അവരുടേതായ ടൈമിലിരിക്കുമ്പോൾ, നിങ്ങളും നിങ്ങളുടേതായ ടൈമിലിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ഷാഡോ ഫീലിലാണ് ഇരിക്കുന്നത്.
നിങ്ങളെത്തിയാൽ അല്ലെങ്കിൽ അവരെത്തിയാൽ മാത്രമേ നിങ്ങളിലേക്ക് പ്രകാശം വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ് ഏസ് ഓഫ് സ്വാർഡ്സ്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഒരു നല്ല പൂർണ്ണതയിലെത്തട്ടെ, എത്രയും പെട്ടെന്ന് എത്താനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണം. ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷൻ പവിത്രമാണെങ്കിൽ, യൂണിവേഴ്സ് അനുഗ്രഹിച്ച് തന്നതാണെങ്കിൽ, എന്നെങ്കിലും ഒന്നാവാൻ പറ്റുമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ സൈഡും അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഒരിക്കലും പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകാനായിട്ടൊന്നും അവർ ആഗ്രഹിക്കണില്ല. നിങ്ങളും അങ്ങനെയും അവരുടെ ഫാമിലി തകർക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇന്ന് അവരുടെ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ഒരു നല്ല പൊസിഷനിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം 10 പേര് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് അവർ നല്ല രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരവരെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അവർ ടോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ കാരണം ഇനിയിപ്പോൾ അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്ന്. ഞാൻ കാരണം അവരുടെ ഹാപ്പിനെസ്, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം. എന്നാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സ്നേഹവും കരുതലൊക്കെ അവർക്ക് ചുറ്റുമുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ടൈമിൽ ഞാനായിട്ട് ഇനി ആ ഹാപ്പിനെസ് കളയണ്ട എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി അവരെക്കുറിച്ച് അറിയുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് അറിയുന്നുണ്ട്. നിങ്ങൾക്കറിയാം അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന്. ഇന്നും അവരുടെ മനസ്സിൽ 100% പ്യുവർ ലവ് തന്നെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ട് തന്നെയാണ്, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലോങ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോകുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒറാക്കിൾ കാർഡ്സ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്സും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. ഞാൻ എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയുണ്ട്. വേറെ എവിടെ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. പിന്നെ അവർ പറയുന്നത്, എനിക്ക് കുറേ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ, എനിക്ക് അതൊക്കെ ചെയ്തേ പറ്റൂ, എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. നെക്സ്റ്റ് കാർഡ് നോക്കൂ, അൺവേർത്തി ആണ്. അൺവേർത്തി എന്ന് പറയുമ്പോൾ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നിങ്ങൾ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി മാറി നിൽക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ എന്നോടും പറഞ്ഞു. രണ്ടുപേരും മ്യൂച്വലായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്നാകുമെന്ന പ്രതീക്ഷയോടെ. എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ എന്നെ ഒരു തരത്തിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. യു ആർ എ ബെറ്റർ പേഴ്സൺ. നിങ്ങൾ എന്നെക്കാളും എത്രയോ പടി മുകളിലാണ്. കരിയർ വൈസ് ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളെക്കാളും ഞാൻ ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട്, നല്ല പ്രവൃത്തി കൊണ്ട് നിങ്ങളാണ് നല്ലൊരു പേഴ്സൺ. നിങ്ങളെ വിട്ട് പിരിഞ്ഞ് ഇന്ന് ഈ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ഞാൻ നിസ്സഹായനാണ്. ഞാൻ ആരുമല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നത്. എല്ലാവരും എനിക്ക് ഉണ്ടെങ്കിലും നിങ്ങളില്ല എനിക്ക്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ എന്നെങ്കിലും നമുക്ക് ഒന്നാവാം. നമ്മൾ ഒന്നാവാ പറയുമ്പോൾ മനസ്സുകൊണ്ട് ഒന്നാവാം. ചിലപ്പോൾ ഇവിടെ ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ എല്ലാവർക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ, ഒരു 10 മിനിറ്റ് ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ മതിയാകും അല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്നുണ്ട്, പേഴ്സൺസിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചിന്തിക്കുന്നു, എന്താണ്, എനിക്കൊന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു, എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് ഫുള്ളും അവർ മാത്രമാണ്, നിങ്ങളുടെ പേഴ്സൺ മാത്രമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരവസരം കിട്ടിയാൽ അതവർ പറയും. എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട് ഒരു റീയൂണിയൻ പോസിബിൾ ആവാനായിട്ട്.
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കണ്ടു, അവരോട് സംസാരിച്ചു. നിങ്ങളുടെ വിഷമങ്ങൾ, ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഇത്ര നീണ്ടുപോയി, എന്തുകൊണ്ട് കാണാൻ സാധിച്ചില്ല, അതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നടന്നതായിട്ട് കാണുക. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നമ്മൾ ആഗ്രഹിച്ച കാര്യം പലവട്ടം നമ്മൾ യൂണിവേഴ്സിനോട് പറയുമ്പോൾ നന്ദിയോടെ നമ്മൾ പറയുക. നടന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് യൂണിവേഴ്സിനോട് എനിക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും. യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാകും. ഉറപ്പാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം മെസ്സേജായിട്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും.